യേശുവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അതിപുരാതന തീർത്ഥാടക പാത വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കുമായി തുറന്നു. സീലോഹക്കുളത്തിൽ നിന്ന് ആരംഭിച്ച് യഹൂദ ദേവാലയം നിലനിന്നിരുന്ന മോറിയ മലയിലേക്ക് നീളുന്നതാണ് ഈ പാത. 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ തീർത്ഥാടകർ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന വീതിയാണിത്. ഹെറോദോസ് രാജാവിന്റെയോ പന്തിയോസ് പിലാത്തോസിന്റെയോ നിർദ്ദേശപ്രകാരമാണ് ഈ പാത നിർമ്മിച്ചതെന്ന് ഗവേഷകർ കരുതുന്നു. AD 70 റോമാക്കാർ ജെറുസലേം നശിപ്പിച്ചപ്പോൾ ഈ പാത മണ്ണിനടിയിലായി. എന്നാൽ ഇതേ മണ്ണ് ഒരു കവചമായി പ്രവർത്തിച്ചതിനാൽ പാത കാര്യമായ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. പാതയോടൊപ്പം തന്നെ ചരിത്രപ്രധാനമായ പല വസ്തുക്കളും ഖനനത്തിനിടയിൽ ലഭിച്ചു. വിശ്വാസികൾ ദേവാലയത്തിൽ കയറുന്നതിനു മുൻപ് ശുദ്ധി വരുത്തുവാൻ ഉപയോഗിച്ചിരുന്ന കുളം, പൊതു അറിയിപ്പുകൾ നൽകുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനുമായി ഉപയോഗിച്ചിരുന്ന പ്രസംഗവേദി തുടങ്ങിയവയും 20 വർഷത്തോളം നീണ്ട ഖനനത്തിൽ കണ്ടെത്തി. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ പാതയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർക്കും തങ്ങളുടെ പുരാതന ചരിത്രവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന യഹൂദ വിശ്വാസികൾക്കും ഏറെ പ്രധാനപ്പെട്ട ഇടമായി മാറുകയാണ് ഈ പാത. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.